ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മീറ്റ് ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് ആണ്. ഗോൾഡിൽ 5 മിനിറ്റ്സിൻ്റെയും 1 അവറിൻ്റെയും അതേപോലെ 30-ലെയും ഞാൻ കമ്പയർ ചെയ്തിട്ട് കാണിച്ചു തരികയാണ്. അതിൽ ടൈം ഫ്രെയിം നമുക്ക് ഫോറക്സ് മാർക്കിൽ എപ്പോഴും ടൈം ഫ്രെയിം എടുക്കുന്നതിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഫോറക്സ് എൻട്രീസ് നമുക്ക് കറക്റ്റായിട്ട് അത് എടുക്കാൻ പറ്റും. നമുക്ക് ഫേക്ക് ട്രേഡ് ഒരുപാട് അവോയ്ഡ് ചെയ്യാം. ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ഇന്നത്തെ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബൈ എൻട്രിയും നല്ലൊരു ഡൗൺ എൻട്രിയും 11:15 ശേഷം നല്ലൊരു ഡൗൺ എൻട്രി 44 പോയിന്റ്സോളം നമുക്ക് ഡൗൺ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് അതിനിടയ്ക്ക് നമുക്കൊരു സെല്ലും ഒരു ബൈയും വന്നിട്ട് ആ ബൈ കൺഫേംഡ് ആയിട്ട് റിവേഴ്സ് പോയി. നമുക്ക് അതുപോലത്തെ നമുക്ക് ഫേക്ക് ആയിട്ട് പോകുന്ന കുറേ ട്രേഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം അതിൽ 1 അവറിൽ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ ദിവസം തൊട്ട് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് കണ്ടിന്യൂഷൻ ആണ്. നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ തന്നെയാണ്. ഇടയ്ക്ക് ഒരു ബൈ ട്രേഡ് വന്നത് അവിടെ 1 അവറിൽ കാണിച്ചിട്ടില്ല. സെല്ല് ഹോൾഡ് ചെയ്യാൻ തന്നെ പറഞ്ഞു. ഇതിന് മുമ്പ് നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് 3-4 ദിവസം കറക്റ്റ് അപ് ട്രെൻഡ് പോയതിന് ശേഷമാണ് ഡൗൺ ട്രെൻഡ് പോയത്. ഇതിന് മുമ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 അവറിന് മുമ്പ് സെല്ല് ഇൻഡിക്കേഷൻ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് 3-4 ദിവസം ഡൗൺ പോയതിന് ശേഷം പിന്നെ അപ് ട്രെൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഡൗൺ കണ്ടിന്യൂഷൻ ആണ്. അത് ലാസ്റ്റ് വന്ന സിക്കിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 18-ന് നമുക്ക് 12:30 വന്നതാണ്. അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ഇറങ്ങി ഇപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂഷൻ ആണ്. ഇതിപ്പോൾ ആ പുൾ ബാക്കിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ആ ഒരു ഇടയ്ക്ക് വന്നൊരു ബൈ ഇൻഡിക്കേഷൻ നമ്മളവിടെ തന്നിട്ടില്ല. സെല്ല് കറക്റ്റ് ബ്രേക്കൗട്ട് പോയപ്പോഴാകും നമുക്ക് കറക്റ്റായിട്ട് എൻട്രി കാണിച്ചു. അതേപോലെ ഇന്നത്തെ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയ ശേഷം നമുക്ക് മോർണിംഗിൽ ഒരു അപ് ട്രെൻഡ് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ഇറങ്ങി. പക്ഷെ ഡൗൺ കൺഫേം ആയില്ല. തിരിച്ച് മാർക്കറ്റ് ബൈ സൈഡിലേക്ക് പോയി. അവിടെ കൺഫർമേഷൻ കിട്ടി. പക്ഷെ ഇടയ്ക്ക് നമുക്ക് ബ്ലൂ കളർ കാണിച്ച് എക്സിറ്റ് ലെവൽ അവിടെ തന്നു. സോർട്ട് തിരിച്ചൊരു സെൽ എൻട്രി ആണ് പോയത്. ആ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന സെൽ എൻട്രി ഡീറ്റെയിൽസ് ആണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. റെഡ് കളർ ഡൗൺ ആരോമാണ് സെല്ല് നമുക്ക് വന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. സിഗ്നൽ വന്നു. പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഇറങ്ങി സഡനായിട്ടൊരു ഡൗൺ അടിക്കുകയായിരുന്നു. അവിടെ സപ്പോർട്ട് അടിച്ചിട്ടാണ് താഴ്ത്തിറങ്ങിയത്. ചെറിയൊരു എൻട്രി അടിച്ചതിന് ശേഷം പിന്നെ ഒരു പുൾ ബാക്ക് പോയി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ ട്രേഡ് എടുക്കാത്തവർക്ക് നെക്സ്റ്റ് ആ പുൾ ബാക്കിൽ നിന്ന് പിന്നെ സപ്പോർട്ട് അടിക്കുമ്പോൾ ഇവിടെ എടുക്കാമായിരുന്നു. അവിടെ നല്ലൊരു എൻട്രി ആയിരുന്നു. കാരണം ഇത് മാർക്കറ്റ് താഴത്തോട്ട് നമുക്ക് സെല്ല് തന്നെ റെഡ് തന്നെ തന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ബൈ ട്രേഡ് അല്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അവിടുന്ന് 4305 നമുക്ക് മാർക്കറ്റ് ഇറങ്ങിയതാണ്. അവിടെ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 67-ലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റാണ്. 42 പോയിന്റ്സോളം ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. നല്ലൊരു എൻട്രി ആയിരുന്നു. അപ്പം കൺഫർമേഷൻ വരുമ്പോൾ താഴെ മേളിൽ ഒന്നിച്ച് വരുമ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കാം. സപ്പോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആണ്. ഫസ്റ്റ് ട്രേഡ് മിസ്സായി എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ബ്രേക്കൗട്ട് പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അവിടുന്ന് എടുക്കുക. പിന്നെ അത് മോർണിംഗ് ലെവലിൽ വന്ന ബൈ ട്രേഡ് നോക്കുകയാണെങ്കിൽ സിഗ്നൽ വന്ന സമയത്ത് കൺഫേം ആയിരുന്നില്ല. അവിടെ എക്സ്ട്രാ കളറാണ്, സൈഡ് വേസ് ആണ് കാണിച്ചത്. അത് കഴിഞ്ഞ് വന്ന് നമുക്ക് അപ് ട്രെൻഡ് കൺഫേം ആയെങ്കിലും നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തില്ല. നമുക്ക് 5 മിനിറ്റ്സ് ട്രേഡ് എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് ലെവലിൽ ബ്രേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ആക്യുറസി വരും. അപ്പം ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്ത റെസിസ്റ്റൻസ് സ്ട്രോങ് ആയതുകൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന സെല്ല് കൺഫേം ആയില്ല, കൺഫർമേഷൻ കിട്ടിയില്ല. ഓറഞ്ച് കളർ താഴത്തെ ബാക്കുകളും കൺഫേം ആയില്ല. തിരിച്ച് മാർക്കറ്റ് കയറിയിട്ടാണ് പിന്നെ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ബൈ വന്നെങ്കിലും നമുക്കവിടെ പെട്ടെന്ന് റിവേഴ്സ് പോയി. അത് കഴിഞ്ഞ് വന്ന സെല്ല് നല്ലൊരു ട്രേഡ് ആയിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 8.1. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വലിയ ടൈം ഫ്രെയിമുകളിൽ നമുക്ക് മാർക്കറ്റിൻ്റെ സ്ട്രോങ് ബ്രേക്ക്, നമുക്ക് ചെറുതായിട്ട് പോകുന്ന അപ് ട്രെൻഡുകൾ വലിയ ടൈം ഫ്രെയിം നമുക്ക് തരത്തില്ല. പിന്നത്തെ നമുക്ക് 1 അവർ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അവിടെ സെല്ല് തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് 30 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ആ മോർണിംഗിൽ വന്ന നമുക്ക് അപ് ട്രെൻഡ് നമുക്ക് അവിടെ കൺഫേം ആയില്ല. നമുക്ക് സെൽ സിഗ്നൽ തന്നിട്ടില്ല. സെല്ല് ഇൻഡിക്കേഷൻ മാർക്കറ്റ് തിരിച്ചിറങ്ങാൻ സാധ്യത തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഇന്നലെ നമുക്ക് വന്ന അപ് ട്രെൻഡ് വന്ന മാർക്കറ്റ് നമുക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കയറി. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് സഡൻ ഡൗൺ ഇറങ്ങിയത്. അപ്പം നമുക്ക് സിഗ്നൽ വന്ന സമയത്ത് സൈഡ് വേസ് മാർക്കറ്റൊക്കെ എക്സ്ട്രാ കളർ വഴി നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചിരുന്നു നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷനിൽ. അപ്പം അതിന് ഏറ്റവും എക്സാമ്പിൾ നമുക്ക് ഇത് കണ്ടോ, കണ്ടിന്യൂഷൻ പോയ 3 ദിവസം അപ് ട്രെൻഡ്, പിന്നെ ഇവിടെ സെല്ല് കൺഫേം ആകുന്നത്. പിന്നെ ഇതിന് മുമ്പ് നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് 3 ദിവസം ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ 31 അവറിലൊക്കെയാണ് കുറച്ചുകൂടെ ഫേക്ക് ട്രേഡ് ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടാണ് ട്രേഡ് തരുന്നത് 31 അവറിൽ. അപ്പം നമുക്ക് 5 മിനിറ്റ്സിൽ നമുക്ക് അതിൻ്റെ അതായത് സ്കാൽപ്പ് ചെയ്ത് നമുക്ക് സാഹചര്യം അനുസരിച്ച് നമുക്ക് ആ ട്രേഡ് പെട്ടെന്നുള്ള സഡൻ മൂവ്മെൻറ്റുകൾ നമുക്ക് ആ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ നോക്കിയിട്ട് നമുക്ക് 5 മിനിറ്റ്സിൽ നമുക്ക് എടുക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് പെർഫോമൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.